ജനിതക വൈകല്യങ്ങളിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് DNA എന്ന ഘടകമാണ്. DNA കോശങ്ങൾക്കുള്ളിൽ ക്രോമോസോം എന്നറിയപ്പെടുന്ന ഒരു ഘടകത്തിലാണ് നിലകൊള്ളുന്നത്. നിലവിലുള്ളൊരു കോശത്തിൽ നിന്നും പുതിയൊരു കോശം നിർമ്മിക്കുന്നത് ക്രോമോസോമിൻ്റെ പ്രവർത്തന ഫലമായാണ്. മനുഷ്യ ശരീരത്തിൽ സാധാരണയായി 44 സൊമാറ്റിക് ക്രോമോസോമുകളും 2 സെക്സ് ക്രോമോസോമുകളുമാണ് ഉള്ളത്. എന്നാൽ ക്രോമോസോമിൽ ചിലപ്പോഴൊക്കെ രോഗഹേതുവായ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് ഡൗൺ സിൻഡ്രോം. 44 XX അല്ലെങ്കിൽ 44 XY ക്രോമോസോമുകൾക്കൊപ്പം ട്രൈസോമി 21 എന്ന ക്രോമോസോമുകൾ കൂടിച്ചേരുന്നതാണ് ഡൗൺ സിൻഡ്രോം. ശാരീരികവും മാനസികവുമായി സമ്പൂർണ്ണ വളർച്ച എത്താതിരിക്കുന്ന ഒരവസ്ഥയാണിത്. രോഗിയുടെ ആന്തരിക അവയവങ്ങളിലും ഇതുമൂലം പല മാറ്റങ്ങളും കണ്ടുവരാറുണ്ട്. കേൾവിക്കുറവ്, സംസാരശേഷിക്കുറവ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പഠന വൈകല്യം, സാധാരണയിലും താഴെയായി സ്ഥിതി ചെയ്യുന്ന ചെവികൾ, കൂർത്ത് ചെരിഞ്ഞിരിക്കുന്ന കൺപോളകൾ, കഴുത്തിനു പിന്നിൽ കട്ടിയായ തൊലി, കൈകാലുകളിലെ നീളം കുറഞ്ഞ വിരലുകൾ, നീളം കുറഞ്ഞ കഴുത്ത്, ഉയരക്കുറവ് എന്നിവയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഡൗൺ സിൻഡ്രോമിന് കാരണമായ മാറ്റങ്ങൾ ശരീരത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നതിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രത്തിന് ഇനിയുമായിട്ടില്ല. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളിൽ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാറില്ല എന്നതാണ് മറ്റു വിചിത്രമായ കാര്യം. ഗർഭാവസ്ഥയിൽ തന്നെ ഡൗൺ സിൻഡ്രോം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട്. പക്ഷേ അത് ചികിത്സിക്കാനുള്ള ഉപാധികൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അപര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് താൽക്കാലികമായ ആശ്വാസം നൽകുവാനുള്ള മാർഗങ്ങൾ മാത്രമേ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇന്നുള്ളൂ. അതിനായി രോഗിയുടെ ജീവിതകാലം അത്രയും കാലാനുസൃതമായി ഡോക്ടറെ സമീപിച്ച് ആവശ്യമായ പരിശോധനകൾ ചെയ്യേണ്ടതായി വരുന്നു. ഡൗൺ സിൻഡ്രോം എന്ന രോഗത്തിന് ഹോമിയോപ്പതി ചികിത്സ സ്വീകരിച്ച നിരഞ്ജനയും മാതാപിതാക്കളെയും നമുക്കിനി പരിചയപ്പെടാം. ഡൗൺ സിൻഡ്രോം ബാധിച്ച നിരഞ്ജന എന്ന കുട്ടിയുടെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. കേൾവിക്കുറവ് മൂലം ഹിയറിംഗ് എയ്ഡ് വാങ്ങി. എന്നാൽ അതിൻ്റെ അളവ് ശരിയാകാതെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ജനിച്ച് 7-ാം മാസത്തിൽ ഹോമിയോപ്പതി ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. ചികിത്സ തുടങ്ങുമ്പോൾ കേൾവി തീരെ ഇല്ലായിരുന്നു, സംസാരിക്കുകയും ഇല്ലായിരുന്നു. അതിനാൽ പ്രതികരണശേഷി ഇല്ലായിരുന്നു. ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി 2-3 മാസങ്ങൾക്കുള്ളിൽ വലിയ ശബ്ദങ്ങൾ കേൾക്കാനും പ്രതികരിക്കാനും തുടങ്ങി. ഇതിനിടയിൽ 6 മാസങ്ങൾക്ക് മുമ്പ് ന്യൂമോണിയ രോഗം പിടിപെടുകയും ഹോമിയോപ്പതി ചികിത്സയിലൂടെ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അംഗനവാടിയിൽ പോയി തുടങ്ങി. സംസാരം മുഴുവനായി ഇല്ലെങ്കിലും ചോദ്യങ്ങൾക്കെല്ലാം പ്രതികരിക്കുന്നുണ്ട്. നടക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ കുട്ടിയുടെ മുഖലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങി. മറ്റു കുട്ടികളുമായും ആളുകളുമായുള്ള ഇടപെടലുകളിൽ വലിയ വ്യത്യാസം കണ്ടു തുടങ്ങിയത് അംഗനവാടിയിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ്. കുട്ടിക്കിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. അവളെ കണ്ടാൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയാണെന്ന് തോന്നുകയില്ല എന്നതാണ് പ്രത്യേകത. നമസ്കാരം. ജനിതക രോഗങ്ങളിൽ ഹോമിയോപ്പതിയുടെ സാധ്യത. ഇന്നത്തെ അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഞാൻ വിജയകുമാർ. ഇതെൻ്റെ ഭാര്യ സുധ. ഇതെൻ്റെ മകൾ നിരഞ്ജന. ഓക്കെ, വിജയേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? എന്ത് ചെയ്യുന്നു? ഞങ്ങൾ എടവണ്ണപ്പാറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് കാർപ്പൻ്റർ ജോലിയാണ്. ദേവൂട്ടിയുടെ അസുഖത്തെക്കുറിച്ച് എപ്പം മനസ്സിലായി? മോള് ജനിച്ചത് 2015 ഡിസംബർ 3-ാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള വിവാഹമാണ്. ഒരു 35 വയസ്സ് സമയമായിട്ടുണ്ടാവും എനിക്ക്. അവൾക്കും ഒരു 33-32 വയസ്സിൻ്റെ അടുത്ത് ഉണ്ട്. ആദ്യത്തെ ഇത് അബോർഷനായി പോയി. പിന്നെ രണ്ടാമതാണ് മോള് ജനിച്ചത്. മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു, കോഴിക്കോട്. അങ്ങനെ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞ് ഡൗൺ സിൻഡ്രോമാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യമായിട്ട് പിന്നെ 6 മാസം മെഡിക്കൽ കോളേജിലെ ചികിത്സയായിരുന്നു, അലോപ്പതിന്. എല്ലാവിധ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ മോള് 1 മാസം ICUലായിരുന്നു. പിന്നെ പ്രസവിച്ച സമയത്ത്
എന്ന് വെച്ചാൽ 2 കിലോ എന്ന് വെയിറ്റ് അതിൽ നിന്ന് 1,200 എത്തി. അപ്പോൾ പിന്നെ ഒരു മാസം ICUയിൽ തന്നെയായിരുന്നു. അന്ന് മുതൽ പിന്നെ മോളെല്ലാം പിന്നെ ടെസ്റ്റുകളും ചെയ്ത് അങ്ങനെ അവിടെ കാണിച്ചിട്ട് പിന്നെയാണ് പെട്ടെന്നാണ് പിന്നെ മോൾക്ക് എന്തൊക്കെ ചികിത്സകൾ നടത്തി? നിരഞ്ജനക്കുട്ടിക്ക് പിന്നെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും തുടങ്ങി. എന്ന് വെച്ചാൽ അവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ കേൾവിയില്ല എന്ന് പറഞ്ഞ്, കാഴ്ച ശക്തി ബുദ്ധിമുട്ടാണ് പറഞ്ഞ്, അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹെയറിങ് മേടിച്ച് അപ്പോൾ അത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്നതാണ്. അങ്ങനെ അതിൻ്റെ അക്യുമെൻസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അക്യുമെൻസ് ഉണ്ടാക്കിയിട്ട് വയ്ക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഈ കൊച്ചിൻ്റെ കാതിലേക്ക് ഇത് ഇപ്പോൾ വയ്ക്കാൻ പറ്റില്ല, ഒരു 6 മാസം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ തിരികെ പോന്നു. അത് ഹെയറിങ് വെക്കാതെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഹെയറിങ് വേണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സംസാരം തുടങ്ങില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരികെ പോന്നു. പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് ഹെയറിങ് ഉപയോഗിച്ചോ? പിന്നെ ഇല്ല, ഹെയറിങ് വെച്ചിട്ടില്ല. എങ്ങനെയാണ് ഹോമിയോപ്പതി ചികിത്സയിൽ എത്തിയത്? നമ്മളെ വീടിൻ്റെ അടുത്ത് പിന്നെ ഹോമിയോയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, പവാസ് എന്ന് പറയും. അദ്ദേഹമാണ് പിന്നെ അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്ന മേഡം ഉണ്ട്, ഗീതാ മേഡം എന്ന് പറയും, ഹോമിയോ കോളേജിൽ. അങ്ങനെ ഗീതാ മേഡത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെയാണ് അവരെ പിന്നെ ഡീറ്റെയിൽ എല്ലാം നോക്കി ഞങ്ങളെ വിളിപ്പിച്ച് അങ്ങനെയാണ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങി. ഈ ഹോമിയോപ്പതി ചികിത്സയിലൂടെ കുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? 7-ാം മാസത്തിലാണ് ഞങ്ങൾ ഹോമിയോ കോളേജിൽ എത്തിയത്. 2 ആഴ്ചയ്ക്കാണ് ആദ്യമായിട്ട് മരുന്ന് തന്നത്. അന്ന് കുട്ടിക്ക് കഴുത്തുറച്ചിട്ടില്ല എന്നിങ്ങനെ മലത്തി പിടിച്ചാണ് കൊണ്ടുവന്നത്. പിന്നെ 2 ആഴ്ചയ്ക്ക് മരുന്ന് തന്നു. ഇനി ബുദ്ധിമുട്ടി വരണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട്. പിന്നെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞയച്ചാലും മതി, ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ടായിരുന്നു. അപ്പോൾ ആ 2 ആഴ്ചത്തെ മരുന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, സൗണ്ട് കേട്ടു. ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ ദേവുട്ടിയെന്നാണ് വിളിക്കൽ. ദേവുട്ടിയെന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ ഉറങ്ങണ പോലെ അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ ഞാൻ ദേവുട്ടിയെന്ന് വിളിച്ചപ്പോൾ കണ്ണുറന്നിങ്ങനെ നോക്കി. അതാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. പിന്നെ അങ്ങനെ ചില സൗണ്ട് ചെറുതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലതൊന്നും കേൾക്കൂല. പിന്നെ കുറച്ച് കഴിഞ്ഞേരെയാണ് പിന്നെ ഇങ്ങനെ എല്ലാതും കേൾക്കും. പിന്നെ 9 മാസമായിട്ടാണ് കഴുത്തുറച്ചത്. പിന്നെ ഇരുന്നത് ഒരു വയസ്സാവാൻ നേരത്താണ് ഇരുന്നത്. പിന്നെ 1.5 വയസ്സ് കഴിഞ്ഞാണ് ഒന്ന് പിടിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ. 2 വയസ്സായിട്ടാണ് നടന്നത്. ഇപ്പോൾ അമ്മാന്ന് വിളിക്കും, കാക്ക എന്നൊക്കെ പറയും. പിന്നെ എല്ലേതും ഇങ്ങോട്ട് പറയാൻ ശരിക്കും ഇങ്ങോട്ട് ആയിട്ടില്ല. അമ്മാന്ന് വിളിക്കും, കാക്ക, പൂച്ചേനെ പറയും. അങ്ങനെ അപ്പോൾ ശരിക്കും നടക്കാനായിന്, സംസാരിക്കണം. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ശ്രവണശേഷി തിരിച്ചു കിട്ടിയതായിട്ടുള്ള ഇത് കണ്ട് ഞങ്ങൾ. എന്ന് വെച്ചാൽ മോള് ചെറുതായിട്ട് അനക്കങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മേഡത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ മേഡം പറഞ്ഞു ക്ലിയറായി വരും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് പിന്നെ മേഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇന്നേ വരെ. പിന്നെ ഒരു അലോപ്പതി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിലെ മരുന്ന് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. ദേവുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ദേവുട്ടിക്ക് 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സും 2 മാസമായി. അംഗനവാടി പോകുന്നുണ്ട്. പിന്നെ എല്ലാ ടോയ്സും എടുത്ത് കളിക്കും. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എടുത്തു കൊടുന്ന് തരും. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എടുത്ത് കഴിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ പിന്നെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന സാധനമാണെന്നുള്ളത് അറിയും. അച്ചാർ ഇന്നതാണ്, പിന്നെ പപ്പടം ഇന്നതാണ് എന്നൊക്കെ ഉള്ള തിരിച്ചറിയാനുള്ള ഇത് വന്നിട്ടുണ്ട്. എല്ലാം ഓരോന്നായിട്ട് നോക്കിയെടുത്ത് കഴിക്കും. പിന്നെ ഓരോ ടോയ്സ് ഇന്ന ടോയ്സ് എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറ് എടുത്തുകൊണ്ട് വരും. ബോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ എടുത്തുകൊണ്ട് വരും. ഒട്ടകത്തിന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി മോൾക്ക് എല്ലാവിധ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അമ്മ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ശരിക്ക് ഒന്ന് വിളിച്ചിരുന്നു, അമ്മ എന്നൊക്കെ ശരിക്ക് വിളിച്ചിരുന്നു. അത് പെട്ടെന്നൊരു ഇതായപ്പോൾ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ന്യൂമോണിയ വന്ന് 2 മാസം ഞങ്ങൾ ഹോമിയോയിലായിരുന്നു, ഹോസ്പിറ്റലിൽ. പിന്നെ ഹോമിയോ കോളേജിൽ അഡ്മിറ്റായി. അവിടെ വെച്ചിട്ടിപ്പോൾ
ക്ഷീണിച്ചു പോയി. ഇപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അതാണ് പിന്നെ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഒന്നും പ്രശ്നമില്ല. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഹോമിയോ കോളേജിൽ നിന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞതാ, എന്തിനാ മോളേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്, വേഗം അലോപ്പതി ഡോക്ടർമാരെ കാണിച്ചിട്ട് എത്രയും പെട്ടെന്ന് കഫം കുത്തിയെടുത്തെങ്കിലേ മോൾക്ക് അസുഖം മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മാഡം എന്നോട് പറഞ്ഞ് പിന്നെ ഇത്രയും ഇതായല്ലേ ഞാൻ നോക്കി ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞ്, അങ്ങനെ പവാസും പറഞ്ഞ് പിന്നെ പേടിക്കണ്ട, മോളെ കാര്യങ്ങൾ ഞങ്ങളെ ഏറ്റിരുത്തിക്കണ് എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ്, അങ്ങനെ മോൾ അവിടുന്ന് നല്ല ഉഷാറോടുകൂടെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പം മോൾക്ക് ആ ന്യൂമോണിയയുടെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മോളെ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, നല്ല ഉഷാറായിട്ട് നിന്ന് പോകുന്നുണ്ട്. ഇതുപോലെ സമാന രോഗമുള്ള കുട്ടികളുടെ മാതാപിതാക്കളുമായി പരിചയമുണ്ടോ? ഒത്തിരി പേരെ കണ്ടുകൊണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് മോളെ ട്രീറ്റ്മെൻറ്റ് അറിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ ഞങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഇതിലറിയുന്ന 2 കുട്ടികൾ അവിടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കൊച്ചിന് കഴുത്ത് ഉറച്ചിട്ടില്ല. അതാണ് അവർ 3 വയസ്സുള്ള 4 വയസ്സിൻ്റെ അടുത്തല്ലായിരുന്നു ആ കൊച്ചിന്. ആ കൊച്ചിനിപ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാറൊക്കെ തുടങ്ങി. കഴുത്തൊക്കെ കുറച്ചൊക്കെ പൊക്കുന്നുണ്ട്. ഒരു മോനുണ്ട് പിന്നെ കേൾവിയില്ലാത്തത്. അപ്പോൾ ആ കൊച്ചിനും ശ്രദ്ധ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേറെയും ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ആരോടും ഈ കാര്യം പറയും. എവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഹോമിയോ കോളേജിൽ തന്നെ വരികയാണെങ്കിൽ ആരോടും ഈ കാര്യങ്ങളെ പറയൽ. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ മുന്നോട്ടേക്ക് വരണം. ഇനി ഒരു കൊച്ചുങ്ങളും ഇങ്ങനെ ആവരുത്. എല്ലാ കൊച്ചുങ്ങൾക്കും അവരുടേതായിട്ടുള്ള കേൾവിയും കാഴ്ചയും സംസാരിക്കാനും തുടങ്ങണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹോമിയോപ്പതി ചികിത്സയിൽ നിങ്ങൾ തൃപ്തരാണോ? അതെ, ഞങ്ങൾ സംതൃപ്തരാണ്. പിന്നെ അതുകൊണ്ടല്ലേ ഞങ്ങൾ 2 വർഷം 3 വർഷം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞില്ലേ ഹോമിയോ ചികിത്സ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ട് ഞങ്ങളതിന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ല. ഇപ്പോൾ ന്യൂമോണിയ വന്നിട്ട് വരെ ഞങ്ങൾ ഹോമിയോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾ 3 പേരും ഇപ്പോൾ ഹോമിയോയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും മരുന്നും ഇപ്പോൾ ഹോമിയോ തന്നെ. എന്ന് വെച്ചാൽ മോളെ എടുക്കുമ്പോഴോ പിടിക്കുമ്പോഴോ എന്ന് വെച്ചാൽ അലോപ്പതി കഴിച്ചിട്ട് മോൾക്ക് അതിൻ്റെ അലർജി വരരുത് എന്ന് വിചാരിച്ചിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ കേൾവി നഷ്ടപ്പെടരുത്. കേൾവി എന്നല്ല, മോൾക്ക് കിട്ടിയതല്ല. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിലും ബെറ്റർ ആവുന്നുള്ളത്. പിന്നെ ദൈവത്തോട് പറയുന്നുമുണ്ട് കൂടെ. പിന്നീട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നോ? അവിടുന്ന് എന്താണ് ഡോക്ടർ പറഞ്ഞത്? പിന്നീട് മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യം വന്ന് മോൾക്ക് കേൾവി കിട്ടിയതിൻ്റെ ശേഷം ഞാൻ മാഡത്തിനോട് പറഞ്ഞ്, മാഡം കേൾവി ഉണ്ടെന്നുള്ളത് നമുക്ക് വിശ്വാസമാണ്. മോള് വിളിച്ചുകൊടുത്ത് വരുന്നുണ്ട്, ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡത്തിനോട് പറഞ്ഞ് ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ മാഡം ടെസ്റ്റിന് എഴുതി തന്ന് ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ടെസ്റ്റിന് പോയി. അപ്പോൾ അവർ പറഞ്ഞ് ഹോമിയോയിൽ കിട്ടുന്ന പിന്നെ കേൾവി ശാശ്വതമല്ല എന്ന് പറഞ്ഞു. എന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ ടെസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളെന്ത് ചെയ്തു, പിന്നെ മാഡം അന്ന് സുഖമില്ലായിരിക്കുകയായിരുന്നു. അങ്ങനെ മാഡം വന്നതിന് ശേഷം മാഡം പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണ്ട. പിന്നെ അവിടെയുള്ള ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞ് കേൾവിയുണ്ട്, മോള് വിളിച്ചാൽ വരുന്നുണ്ട്, മോള് ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം പറഞ്ഞു. അവർ പറഞ്ഞു മൂവ്മെൻ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പോയടുത്തുനിന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മൂവ്മെൻ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന പേരും മോളെ വിളിച്ചോ, ഞാൻ വേറെ പേരും വിളിക്കുക, ഞാൻ വിളിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങൾ വിളിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹം വിളിക്കാൻ പറഞ്ഞു, അദ്ദേഹത്തോട് വിളിച്ചു, ഞാൻ തിരികെ വിളിച്ചു, മോൾ തിരിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് മതി ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോകുകയും ചെയ്തു. ഇപ്പോൾ ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല, മോൾക്ക് കേൾവിയുണ്ട്, മോൾ ശ്രദ്ധിക്കുന്നുണ്ട്, വിളിച്ചു കൊടുത്ത് വരുന്നുണ്ട്, അംഗനവാടിയിൽ പോകുന്നുണ്ട്, കുട്ടികൾ കൂടെ ഇരിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഇത് മതി. ഇനി ഇതിലും ഉഷാറാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ട് പോകുന്നതും.
എൻ്റെ പിന്നെ ഗൾഫ് പോക്ക് തന്നെ ഒഴിവാക്കി നിർത്തി വെച്ചതും ഞാൻ അതുകൊണ്ടാണ്. മോളെ ട്രീറ്റ്മെൻറ്റ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും മുടക്കാൻ പാടില്ല, തുടർന്നുകൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും മോളെ ട്രീറ്റ്മെൻറ്റ് മുടക്കില്ല, അത് കറക്റ്റായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഹോമിയോപ്പതിയെക്കുറിച്ച് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഹോമിയോപ്പതിയിൽ അതിൻ്റേതായിട്ടുള്ള മരുന്നുകളുണ്ട്. എല്ലാവരും പറയും ഹോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധുരമുള്ള ഗുളികയല്ലേ, ഒരു പൊടിയല്ലേ, ഭസ്മം പോലെ ഒരു പൊടിയല്ലേ എന്നൊക്കെ പറയണത്. പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഔഷധം എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് എൻ്റെ മോളിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നുവെച്ചാൽ എൻ്റെ മോൾക്ക് ഇപ്പോൾ കേൾവിയുണ്ട്, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൈത്തുറച്ച്. ഇത് എല്ലാം മൂക്ക് കിട്ടിയത് ഹോമിയോയിൽ നിന്നാണ്. അപ്പം എനിക്കറിയാം ഹോമിയോ മരുന്നിൻ്റെ ഫലം എന്താണെന്നുള്ളത്. അപ്പം മറ്റുള്ള എനിക്ക് പറയാനുള്ളതാണ്, ഇതറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള രക്ഷിതാക്കൾ മക്കളുമായിട്ട് മുന്നോട്ട് വരണം. മുന്നോട്ട് വന്നിട്ട് അവരുടെ മക്കളും ഇത് നല്ല ഉഷാറായിട്ട് കാണണം, സംസാരിക്കണം. ഇനി കേൾവിയില്ലാത്തതും കാഴ്ചയില്ലാത്തതും സംസാരിക്കാൻ കഴിയാത്തതായിട്ടുള്ള കുട്ടികൾ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വരരുത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഒത്തിരി പേര് പിന്നെ ഇപ്പോൾ ഹോമിയോ കോളേജിൽ ചികിത്സ തേടിയിട്ട് പോയിട്ടുണ്ട്. അവർക്കൊക്കെ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കില്ല, സാവകാശം സംഭവിക്കും. പിന്നെ നമ്മൾ മോൾക്ക് എത്ര അങ്ങോട്ടേക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള നമുക്ക് തിരിച്ച് കിട്ടും ചെയ്യും. അതാണ്, വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മൾ അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ ഒരു കാരുണ്യം, പിന്നെ ഹോമിയോപ്പതിക്കും ഗീത മാഡത്തിനുമാണ് ഞങ്ങളുടെ എല്ലാ ക്രെഡിറ്റും. പിന്നെ ഈ അവസരത്തിൽ ഞാൻ മാഡത്തിന് വേണ്ടിയിട്ട് അതും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരിഞ്ഞ് നല്ല ഊർജ്ജസ്വലമായിട്ട് ആരോഗ്യത്തോടുകൂടെ ഇനിയും ദീർഘായുസ്സോടുകൂടെ വാഴട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. മാഡത്തിന് എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്കും ഞാനും വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇനിയുള്ള കുട്ടികളുടെ എല്ലാ ഭാവിയും നോക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അവർക്കും നൽകി കൊടുക്കട്ടെ. ഹോമിയോപ്പതി കാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം നിരഞ്ജൻ എന്ന ദേവകുട്ടിയുടെ വിശേഷങ്ങൾ പങ്കുവച്ച വിജയേട്ടനും കുടുംബത്തിനും ഇനിയും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.